ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആദ്യക്കൂട്ടൻ ശേഖരിച്ച് വെച്ചിട്ടുള്ള കുടുക്ക പൊട്ടിക്കുവാണ് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടൻ ഇത് ഒരു വർഷമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒന്നാം ക്ലാസ്സിലാണല്ലോ, അപ്പോൾ ഒന്നാം ക്ലാസ്സിലാവുമ്പോൾ പൊട്ടിക്കാം എന്ന് പറഞ്ഞ് അവൻ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് വോയിസ് ഞങ്ങൾ ആദ്യക്കൂട്ടം പറയുന്നതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വോയിസ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റോറി ആയിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യക്കൂട്ടൻ അങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻറ്റ് ടൈമും കൂടി ആയതുകൊണ്ട് ഒന്നെങ്കിൽ എന്തെങ്കിലും വാവക്ക് മേടിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒന്നാം ക്ലാസ്സിലേക്കുള്ള സമയത്ത് എനിക്ക് എടുക്കാം എന്ന് പറഞ്ഞ് എന്തെങ്കിലും വാങ്ങിക്കാം, ബുക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുടുക്ക ഇടാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ മാക്സിമം അവന് എന്തായാലും ഒന്നാം എത്തുമ്പോൾ ധാരാളം സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് ഉണ്ടാവും. ബുക്ക്, യൂണിഫോം, ഷൂസ്, അങ്ങനെ കുറേ കാര്യങ്ങളും യൂണിഫോം ചേഞ്ചും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തായാലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ 500 നോട്ടുകളാണ് കേട്ടോ കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എത്ര ഉണ്ടെന്ന് ഒരു ഏകദേശ കണക്ക് പോലും അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ചില ദിവസങ്ങളിൽ പൈസ ഉള്ളതുപോലെയും ഉണ്ടെങ്കിൽ 500 നോട്ടുകളൊക്കെയാണ് അവൻ ഇടാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ഒത്തിരി പൈസ ഉണ്ടാകുമോ എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. ഇതുകൊണ്ട് എന്ത് വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ വേറെ കുറേ സാധനങ്ങളൊക്കെയാണ് പറഞ്ഞത്. വാവയ്ക്ക് വാങ്ങിക്കണമെന്ന്, ഇപ്പോൾ വാവയ്ക്ക് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. ബുക്ക് വാങ്ങിക്കണമെന്ന് ബുക്ക് വാങ്ങിക്കാം, പക്ഷേ എല്ലാത്തിനും കൂടി അങ്ങനെ തികയാനുള്ള പൈസയൊന്നും ഇല്ല. എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇതിനാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ശേഖരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞവിടെ കിടക്കുന്നുണ്ട്. കുഞ്ഞാനെ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തിയാണ് കേട്ടോ. അപ്പോൾ അതേ കത്തി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ കത്തിയൊന്നും കൊടുക്കാൻ പാടില്ല. നമ്മളപ്പോൾ ഇത് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ പൊട്ടിക്കാൻ പോകണം. അപ്പോൾ ഞാൻ പറയുവാണ്, ഞാൻ പൊട്ടിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അത് കുട്ടൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് അത് പൊട്ടിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയാണ് കത്തി. എടുത്തതാണെങ്കിൽ ഒരു മൂർച്ച കുറഞ്ഞൊരു കത്തിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുറിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ കുറേ ഇരുന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കൊണ്ട് എന്നെ കളിയാക്കുവാണ്. അതിനിടയ്ക്കിരുന്ന് അമ്മക്ക് മുറിക്കാൻ പറ്റുന്നില്ല, അയ്യോ ഒച്ച ഇപ്പം എടുക്കല്ലേ, വീഡിയോ ഒന്നും എടുക്കല്ലേ, ഇപ്പോൾ അമ്മ ഇത് മുറിച്ച് കഴിയുമ്പോൾ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല, അത് നമുക്ക് എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എന്നിട്ട് പറഞ്ഞു നീ സൈഡ് മുറിക്കൂ, സൈഡ് മുറിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മുറിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങളത് ചെയ്യുവാണ്. അപ്പോൾ സൈഡ് തന്നെ മുറിക്കുന്നുണ്ട്. അപ്പോൾ കാണാം നമുക്ക് ഉള്ളിൽ പൈസ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ആദ്യക്കൊണ്ട് സ്കൂളിലേക്ക് ഞങ്ങളിന്ന് എന്തായാലും പോകാൻ വേണ്ടിയിട്ട് കൂടി റെഡി ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്ന് തന്നെ എന്തായാലും പൊട്ടിക്കാം. അല്ല ആദ്യക്കൊണ്ട് ബുക്ക് എന്തെങ്കിലും യൂണിഫോമോ കാര്യങ്ങളോ ഒക്കെ തയ്പ്പിച്ചതും കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. അല്ല യൂണിഫോം വാങ്ങിക്കണം, അപ്പോൾ തയ്പ്പിക്കാൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും ഇത് ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എന്തായാലും ഇത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതികൂടും റെഡി ആയിരിക്കുവാണ് കേട്ടോ സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളത് പൊട്ടിച്ചിട്ടുണ്ട്, മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തു. ഇനി നമുക്ക് എത്ര രൂപ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യക്കൂടനാട്ടോ അത് കുടഞ്ഞ് താഴേക്ക് ഇടുന്നത്. ഞങ്ങളുടെ ഒരു ഏകദേശ കണക്കിലൊരു 7,000-8,000 രൂപയൊക്കെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളൊരു ഏകദേശ കണക്ക് ഓർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യകൂട്ടം പറയണം ഒത്തിരി പൈസ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അവനറിയത്തില്ലല്ലോ നമുക്ക് സ്കൂളിലാണെങ്കിലും ആവശ്യത്തിനൊക്കെ ഒത്തിരി പൈസ വേണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ടത് കൊണ്ട് നമുക്കത് ഉപകരിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ 500 നോട്ട്സ് എത്രയുണ്ടെന്ന് നോക്കുന്നുണ്ട്. പിന്നെ 200 അതുപോലെ 100 ഒക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് എണ്ണി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം കൂടി അങ്ങനെ സെറ്റാക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങളത് എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ 100 ഉണ്ടായിരുന്നു, 200, 10, 20, 50 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാനത് എണ്ണാനായിട്ടിരുന്നു. അപ്പോൾ ആദ്യം 500 തന്നെ എടുത്തു. 500 എണ്ണി നോക്കി. അതിന് ശേഷം 100, 50 ഒക്കെ എണ്ണിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം മൊത്തം ഞങ്ങൾക്ക് പറയുവാണെങ്കിൽ 10,600 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 10 കോയിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടി നോക്കിയപ്പോഴത്തേക്കും 10,600 രൂപയാണ് കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അവൻ്റെ സ്കൂളിലേക്ക് 1-ാം ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷനും റീ അഡ്മിഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ബാഗും ബുക്കും നോട്ട്ബുക്കും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പൈസ അങ്ങനെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇട്ട് വെച്ചത് കൊണ്ട് വളരെയധികം ആദ്യക്കൂട്ടനെ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ കുഞ്ഞുമകൾക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ നമ്മളൊരു ചെറിയ ഒരു ടിപ്പ് പോലെയോ അല്ലെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും കോയിൻ ഇങ്ങനെ സൂക്ഷിക്കാനോ ചെറിയ കോയിനാണെങ്കിൽ തന്നെ ഇടാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ 1 വർഷമോ 1.5 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും പൈസ ഇതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ
എല്ലാവരും മക്കൾക്ക് എടുത്ത് ഇങ്ങനെ ഒരു ശീലം കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവനും വളരെ ഹാപ്പിയാണ് അങ്ങനെ ചെയ്തപ്പോൾ. അത് മാത്രമൊന്നുമല്ല, കുഞ്ഞിന് കഴിക്കാനുള്ള ഫുഡും കൂടി ഞങ്ങൾ ഇതിൽ നിന്ന് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.